യഥാർത്ഥത്തിൽ ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ 20 പോയിന്റ് പ്രോഗ്രാം. ഇന്ന് രാവിലെ മീഡിയ 1 6 മണിക്ക് എന്നെ വിളിച്ചുണർത്തിയാണ് ഈ വിവരം അറിയിച്ചത്. പക്ഷെ എനിക്ക് വളരെ അതിശയം തോന്നി. ഇത് ഒരിക്കലും നടക്കാത്ത ഒരു പ്ലാനായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായത്. ഇത് സൃഷ്ടിച്ചവർ 4 പേരാണ്. പ്രസിഡന്റ് ട്രംപ്, പ്രധാനമന്ത്രി നെതന്യാഹു, പ്രസിഡന്റിന്റെ സൺ ഇൻ ലോ ആൻഡ് ദി ഫോമർ പ്രൈം മിനിസ്റ്റർ ലുക്ക്. ഈ 3 പേർക്കും, ഈ 4 പേർക്കും മനസ്സിലുള്ളത് ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ഹുഡിനെ പറ്റിയുള്ള തീരുമാനമോ. അവരുടെ മനസ്സിലുള്ളത് റിയൽ എസ്റ്റേറ്റ് ആറ്റിറ്റ്യൂഡ്. അതിൽ നിന്ന് ഉയർന്നു വന്ന ഈ ഒരു പ്രസ്താവന എങ്ങനെ ഹമാസ് അംഗീകരിക്കുമെന്ന് എനിക്ക് അതിശയം തോന്നി. പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഇതിലും സാധിക്കാമെങ്കിൽ ഈ 20 പോയിന്റ് പ്ലാൻ നല്ലതാണെന്ന്. ഒന്നാമത് ഹമാസുകാരെ വിട്ടുകൊടുക്കുക ഹോസ്റ്റേജസിന്. അവരതിന് തയ്യാറാണെന്ന് പറയുന്നെങ്കിലും ഇനി എത്രയോ കണ്ടീഷൻസ് അവർ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ് ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കാനുള്ളത്. അത് ഉപയോഗിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതും അത് കൺസീഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഹമാസിന് തോന്നുന്നത്. പിന്നെ ഒരു സീസ് ഫയർ. പിന്നെ വർഷങ്ങളോളം നമ്മൾ ഇതന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ആക്ഷൻ പ്ലാൻ വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. അപ്പോൾ അത് സാധിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവിലാണ് ഇപ്പോൾ എല്ലാവരും നീങ്ങുന്നത്. പക്ഷെ അത് തന്നെ എത്രയോ പ്രശ്നമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇന്നും കൊലപാതകം നടക്കുകയാണ്. അപ്പോൾ ഇതിലൊരു വലിയ എക്സ്പെക്ടേഷൻ നമുക്ക് വേണ്ട. കാരണം ഈ പ്ലാൻ ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കാനോ ഉണ്ടായിട്ടില്ല. ഒന്നാമത് വലിയ പ്രഷർ ഇസ്രായേലിനുണ്ട്. വെളിയിൽ നിന്ന് തന്നെ അല്ല, ഇസ്രായേലിൽ തന്നെയും. അതുപോലെ UN അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കേൾക്കാൻ ആരുമില്ലായിരുന്നു എന്നുള്ളത് വളരെ ഒരു വലിയ പ്രഷർ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തുന്ന സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പ്രസിഡന്റ് ട്രംപ് പിന്നെ എന്താണ് ഇപ്പൊ പറയുന്നത് പിന്നെ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയെ മുഴുവനായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ഇന്നൊരു ഭാവിയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറയുന്നത് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ UN റോൾ കൊടുക്കാം. ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യമോ യാതൊരു തരത്തിലുള്ള സിൻസിയറിറ്റിയോ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്, ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് കുറച്ച് സമാധാനമാകും. അതുപോലെ പീസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധമില്ലാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ടായാൽ അത് എല്ലാവർക്കും നല്ലതാണ്, ലോകത്തിന് ഒരു ആശ്വാസം. ഇതിൽ കൂടുതലൊന്നും നമ്മൾ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല TP ശ്രീനിവാസനെ താങ്കൾ പറഞ്ഞത് സത്യത്തിൽ ഇത് എന്താണ് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഫോർമുല മുന്നോട്ട് വെക്കുക, പക്ഷെ അംഗീകരിക്കുന്ന അപ്രതീക്ഷിതമായ സാഹചര്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇത് അവസാനിപ്പിക്കാതിരിക്കാൻ പിന്നെയും മറ്റു മാർഗങ്ങൾ നോക്കുകയായിരിക്കില്ലേ ചെയ്യുക ട്രംപും അല്ലെങ്കിൽ നെതന്യാഹുവും ഒക്കെ? അത് എല്ലാവരും, ഈവൻ ഹമാസ് will not completely agree with all this. അവര് ഒരു മാക്സിമം അവർ ചെയ്യുന്നത് ഇവരെ വിട്ടുകൊടുക്കുക, ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രം. വേറൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. കാരണം അവരെന്തിനാണ് ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയത്? പാലസ്തീൻ എന്നുള്ള ആശയം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സൗദി അറേബ്യയും കൂടെ അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പാലസ്റ്റൈൻ എന്നുള്ള ഒരു വിചാരം പോലും ആർക്കുണ്ടാകില്ല. ഈ അടുത്ത നടന്ന വലിയ കോൺഫറൻസുകൾ, G20 ഉൾപ്പെടെ, അത് ഡൽഹിയിൽ നടന്ന കോൺഫറൻസാണ്. നമുക്ക് എല്ലാ സിമ്പതിയും ഉണ്ട്. പക്ഷെ വേർഡ് പാലസ്റ്റൈൻ ഡിഡ് നോട്ട് കം ദെയർ. അതുപോലെ എത്രയോ യോഗങ്ങൾ നടത്തിയിരുന്നു. ആരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സൗദി അറേബ്യയും കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പാലസ്റ്റൈൻ എന്നുള്ള ഒരു ആശയം തന്നെ മുഴുവനായിട്ട് അപ്രത്യക്ഷമാണ്. അതിനുവേണ്ടിയാണ് അവർ തങ്ങളെ തന്നെ ബലി കഴിക്കേണ്ടി വന്നാൽ പോലും ഇത് മുന്നിൽ കൊണ്ടുവരണം എന്നുദ്ദേശിച്ചാണ് അവർ ആക്രമിച്ചത്. അതവർ വിജയിക്കുകയും ചെയ്തു. പാലസ്റ്റൈൻ ഇപ്പോൾ ലോക അജണ്ടയുടെ മുമ്പിലാണ്. പക്ഷെ 66,000 പാലസ്റ്റീനിയൻസാണ് അത് കുഴി കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത ആളുകൾ എങ്ങനെയാണ് ഈ സോ കോൾഡ് പീസ് പ്ലാൻ അംഗീകരിച്ചത്? അതാരാണ് ഇംപ്ലിമെന്റ് ചെയ്യുക? ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുവാദമില്ലാതെ ഒരു പീസ് കീപ്പിംഗ് ഓപ്പറേഷനും UN നടത്താൻ പറ്റില്ല. അത് സാധ്യമാവുകയാണ്.